ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കലയാണ് കേട്ടോ. വർക്കലയിൽ ഒരു വീഡിയോ പണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കുറേ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സൈഡിലുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മറ്റേ സൈഡിലൂടെ പോയി കടൽ കാണുന്നുണ്ടല്ലോ, ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്. അതിൻ്റെ ഫ്രണ്ടിൽ കടലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. മഴ സമയമായിരുന്നു കേട്ടോ. മഴ എപ്പോഴും വേണേലും പെയ്യാം എന്നുള്ള അവസ്ഥയായിരുന്നു. ആ മേഘം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഉച്ച 3:30 ആ സമയത്താണ് നമ്മൾ വന്നത് കേട്ടോ. എന്നിട്ടും വെയിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതുവഴി താഴേക്ക് ഇറങ്ങുകയാണ്. മോൻ ഇതുവഴി വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ അച്ഛന് മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോഴും പരാതി പറയുമായിരുന്നു അവനെ കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത്തവണ അവനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഈ വഴി ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ താഴോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേക്ക് വേണമെങ്കിലൊക്കെ റിസോർട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അവിടെയൊക്കെ കാണാനായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താഴോട്ട് പോകുമ്പോഴേക്കും അടുത്തൊരു വീടല്ല, റിസോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, വീടല്ല. അവിടെ ഇങ്ങനെ ഒരു പൂക്കളൊക്കെ നിന്നിട്ടൊരു വലിയൊരു മരം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ഒരു സമയം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അല്ലെങ്കിൽ ചൂടും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് പോയ സമയത്ത് നമുക്ക് അങ്ങനെ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു കുതിരയെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വഴിമാറി കൊടുത്തു, അതിനെ കൊണ്ടുപോയി. വൈകിട്ട് സമയമായതുകൊണ്ട് തന്നെ ആളുകൾ അധികം വരുന്നുണ്ടായിരുന്നു. അപ്പോഴായിരിക്കുമല്ലോ കുതിര സവാരിയൊക്കെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഷോപ്പുണ്ട്. ഈ വഴി പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് കോവളത്ത് ഒരു വഴിയിലൂടെ ഇറങ്ങുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇറക്കത്തിലൊരു വഴിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ വഴി ഞാൻ പോകാറില്ല. കാര്യം ഇടയ്ക്ക് കടലൊക്കെ കയറിയതിന് ശേഷം ആ വഴി ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ ആ വഴി ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഇവിടത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ സൈഡിലൂടെ നടന്നു വന്നപ്പോൾ അച്ഛന് ആദ്യം കടലിൻ്റെ കരയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഇവിടെ കുറച്ച് നേരം കടലിൻ്റെ കരയിലൊക്കെ വന്നു നിന്നു. ഇവിടെ കുറേ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിലൂടെ നടന്ന് വന്നു. അവിടെ ചെറിയൊരു പാലം പോലെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ചെറിയൊരു പാലമാണ്, വലിയ ഹൈറ്റൊന്നുമില്ല. അപ്പം നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോയിട്ട് എനിക്കെത്തിയപ്പോഴത്തേക്കും ഒരു കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി. മോൻ ഐസ്ക്രീം വേണമെന്ന് കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങി കേട്ടോ. 2 ഐസ്ക്രീം വാങ്ങിയിട്ട് ഇവിടെ ഒരു പാറപ്പുറത്ത് വന്നിരുന്നു, കഴിച്ചു. കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഈ ഒരു പാലം കണ്ടല്ലോ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞ പാലം. ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് കണ്ടോ കബഡി കളിക്കുന്നുണ്ടോ, ഇത് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഒരു ടീമാണ്, തൊട്ടപ്പുറത്ത് വേറെ ടീമുണ്ട്. അവിടെയാണെങ്കിൽ ലേഡീസുണ്ട്, ഗേൾസ് എന്നല്ല ലേഡീസാണ് കേട്ടോ. ലേഡീസും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഏജ് ഉള്ളവരാണ് കേട്ടോ. പക്ഷേ മെലിഞ്ഞവരുണ്ട്, വണ്ണമുള്ളവരുണ്ട്. എന്നാലും ലേഡീസ് അവരുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കടലിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ഇത് കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാര്യം ഇവിടെ അഗ്രസീവാണ് കടൽ, അതുകൊണ്ട് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അനുവാദമില്ല. അവിടെ സെക്യൂരിറ്റി ഗാർഡിനെയും വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതിവിടെ സൈഡിൽ നിന്ന് കാണുകയാണ്. എനിക്ക് തോന്നുന്നു വല എങ്ങാണ്ടാണ് കേട്ടോ ഇങ്ങനെ വലിച്ചിങ്ങനെ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. ഇറക്കമല്ലേ, കുഴപ്പമില്ല. തിരിച്ച് കയറിയപ്പം ആ ഒരു കയറ്റം കഷ്ടപ്പെട്ട് കയറേണ്ടി വന്നു. പിന്നീട് ടോയ്ലറ്റൊക്കെ ഇവിടെ സൈഡിലുണ്ട് കേട്ടോ. പേ ചെയ്ത് പോകുന്ന ടോയ്ലറ്റാണ്. പിന്നെ നമ്മൾ തിരിച്ച് കയറുന്ന വഴിക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടോ, അതിനിടയിൽ കയറിയെന്ന് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനൊരു വീഡിയോ കിട്ടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തോട്ട് തിരിച്ച് വരണമല്ലോ. അപ്പം റൂട്ട് അടിച്ചപ്പോൾ കോസ്റ്റൽ റോഡാണ് കാണിച്ചത് കേട്ടോ. ആ കോസ്റ്റൽ റോഡ് വഴി വന്നപ്പോഴത്തേക്കും സൈഡിൽ ഫുൾ ഇങ്ങനെ കടൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിടത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നി കേട്ടോ. അത് ഇങ്ങനൊരു സ്ഥലമൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം ശരിക്കും അന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാനത് ഗൂഗിളിൽ നോക്കി അത് പിന്നീട് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കും. ചിറയൻകീഴ് ലൊക്കേഷൻ ഓൾമോസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്തായിരുന്നു ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നല്ലൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റും പിന്നെ വെയിലൊന്നുമില്ല. ഇപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 4:30-5 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു വർക്കലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ കുറച്ച് ദൂരം വന്നപ്പോൾ ഫുൾ സൈഡിൽ കടല. എനിക്ക് എല്ലായിടത്തും ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങിപ്പോയി കേട്ടോ. വേറെ എവിടെ ഇറങ്ങിയില്ല. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് താഴെ വെള്ളം ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു. വലിയ തോടെങ്ങാണ്ടാണ്. ഇത് കണ്ടോ, നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് എങ്ങാണ്ടായിരുന്നു. ഇപ്പം ആരും അങ്ങനെ വരുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ എല്ലാം ഫുൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിത് പറയാൻ റീസൺ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഈ വെള്ളത്തിനകത്ത് ഏതാണ്ടോ ഒന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് തല പൊക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സൂം ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് എനിക്കും സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിനകത്ത് മുങ്ങിപ്പോവും, പിന്നെ അത് പൊങ്ങി വരും, അങ്ങനെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, അങ്ങ് ദൂരെ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിനകത്ത് പൊങ്ങി വരുന്ന സംഭവം, അത് ഞാനെൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതായിരുന്നു കേട്ടോ. ഇതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ബാക്കിൽ വലിയ വാലൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ അത് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ഞാനത് വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാലം വഴി ഇറങ്ങി അപ്പുറത്ത് പോകാൻ പറ്റും. പോകുമ്പോഴത്തേക്ക് അവിടെ കടലാണ് കേട്ടോ. അപ്പം ഞാൻ ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൻ്റെ ഞാൻ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് ഞാനിപ്പോൾ കാണിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് നടന്ന് കടലിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. കടലിൻ്റെ അടുത്തിന് കുറച്ച് കെട്ടിടങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരുന്നെന്ന് തോന്നുന്നു. കാര്യം അവിടെ ടൂറിസത്തിനകത്ത് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ആളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കടലിൻ്റെ ഇടയിൽ അറിയുന്ന കുറച്ച് പേരായിരിക്കും, ഈ സ്ഥലത്തെപ്പറ്റി അറിയുന്ന ആളുകളായിരിക്കും കുറച്ച് പേര് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പേര് നാട്ടുകാരാണെന്ന് തോന്നി, ഇവിടെ ഉള്ളവരാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ കണ്ടോ ഇരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതേ കണ്ടോ ഇരിക്കാൻ വേണ്ടി കുറേ സീറ്റ്, പിന്നെ ഇവിടെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇപ്പോഴതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാര്യം അവിടെ പ്രവർത്തനമില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കടലിൻ്റെ കരയിലൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് നേരം തന്നെ കേട്ടോ. കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോയി. കാര്യം ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് എത്തണമല്ലോ. രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. അത് കോസ്റ്റൽ റോഡ് എനിക്ക് പരിചയമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനാണെങ്കിൽ ഇവിടുന്ന് ശംഖ് കിട്ടിയതെല്ലാം നുള്ളിപ്പറക്കി, കുഞ്ഞു കുഞ്ഞു ശംഖുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കുമായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോൾ ഈ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ ഒരു ബീച്ച് പാർക്ക് അരിവാളം, അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടോ, ആ ദൂരെ വേറൊരു കെട്ടിടം ഇരിക്കുന്നുണ്ടോ. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുമായിരുന്നു. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയ കാര്യം ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് ട്രിവാൻഡ്രത്തേക്ക്. ഈ സ്ഥലം ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു.
പിന്നീട് കുറേ കഴിഞ്ഞിട്ട് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അവിടെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം അപ്പോഴത്തേക്കാണ് എനിക്ക് സ്ഥലം ഏതാണെന്ന് തന്നെ മനസ്സിലായത്. ഈ കോസ്റ്റൽ റോഡ് പോകുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പരിചയമില്ലാത്ത റോഡാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും മുതലപ്പുഴി ഹാർബർ കണ്ടു. ഇതിനിടയിലും വേറെ സ്ഥലങ്ങൾ കണ്ടു. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ അച്ഛനും മോനും ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. നേരെ ഇരുട്ടി വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ ഇറങ്ങിയിട്ട് വഴിയിൽ കാരയ്ക്ക വച്ചേക്കുന്ന കണ്ടിട്ട് ഞാനത് വാങ്ങി കേട്ടോ, ഉപ്പിലിട്ട കാരയ്ക്ക. എന്നിട്ട് ഞാൻ ഒരുപാട് ദൂരെയൊന്നും പോയില്ല. ഈ ഒരു പാലത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അച്ഛനും മോനും നല്ല ഉറക്കമായിരുന്നു കാറിൽ കിടന്ന്. ഞാൻ കാർ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വന്നതായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ ഒന്നുകൂടി വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാര്യം നല്ല രസമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്. അവിടെ ആണെങ്കിൽ കണ്ടോ, കല്ലൊക്കെ വെച്ചിട്ട് കെട്ടി ഇങ്ങനെ കടലിലേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആളുകൾക്ക് നടക്കാനും വന്ന് നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെയും വരണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും വരുമ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഇറങ്ങും. ഇവിടെ മാത്രമല്ല, ഇതിന് വരുന്ന വഴിക്ക് 5 തെങ്ങ് കോട്ടയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനിയൊരു ദിവസം വന്ന് ഇവിടെയൊക്കെ ഇറങ്ങണമെന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയ്ക്കകത്ത്. പിന്നെ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമായി. നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടി. എനിക്കിത് നല്ല ഫോട്ടോസായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.